ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. റെസ്റ്റോറൻറ്റുകളുടെയോ അതല്ലെങ്കിൽ ഹോട്ടലുകളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതേപോലെ ഒരു മെനു ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോട്ടോഷോപ്പിൽ പുതിയ ഒരു പേജ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഓരോ ഇമേജുകളും ബാക്ക്ഗ്രൗണ്ടുകളും കളറുകളും ടെക്സ്റ്റും ഒക്കെ ആഡ് ചെയ്ത് ഒരു മെനു ആയിട്ട് സേവ് ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാത്രമല്ല ഈ വർക്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ ഇമേജുകളുടെയും ഫോണ്ടുകളുടെയും ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും സാവധാനം കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ശേഷം പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തായിട്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അപ്പോൾ പുതിയൊരു പേജ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും ന്യൂ എന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ പേജിൻ്റെ സൈസ് എത്ര വേണം എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഫോട്ടോഷോപ്പിൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് മോഡലുകൾ ഉണ്ടാവും. ഞാനിപ്പോൾ അതിൽ പ്രിൻ്റ് എന്നതിൽ നിന്നും A4 എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് തന്നെ അതിൻ്റെ സൈസ് ഇവിടെ നമുക്ക് കാണിക്കുന്നതാണ്. ഒരു പക്ഷേ ഈ ഓപ്ഷൻ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് മില്ലിമീറ്റേഴ്സ് എന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ വിഡ്ത്ത് എന്നെടുത്ത് 210ഉം ഹൈറ്റ് എന്നെടുത്ത് 297ഉം കൊടുക്കുക. ശേഷം റെസൊല്യൂഷൻ എന്നെടുത്ത് 300 എന്ന് കൊടുക്കുക. ശേഷം കളർ മോഡ് എന്നെടുത്ത് RGB കളർ എന്ന് കൊടുക്കുക. മറ്റു മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ശേഷം ക്രിയേറ്റ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പുതിയ ഒരു പേജ് കിട്ടുന്നതാണ്. ഈ പേജിനകത്തായിട്ടാണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൻ്റെ ഇൻ്റർഫേസ് ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ മാറി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡോ എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വർക്ക് സ്പേസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും എസെൻഷ്യൽസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം വീണ്ടും വിൻഡോ എന്നതിൽ പോയിക്കൊണ്ട് വർക്ക് സ്പേസ് എന്നതിൽ നിന്നും റീസെറ്റ് എസെൻഷ്യൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് സ്പേസ് ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. വർക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ ഡൗട്ടുള്ള ആളുകൾ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഓൾറെഡി ഈ ഒരു രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേജ് സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഓൾട്ട് അതല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് സൂം ഇൻ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ പിന്നോട്ട് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂം ഔട്ട് ആവുന്നതാണ്. അതേപോലെ തന്നെ ഇതേപോലെ സൂം ഇൻ ആയതിനു ശേഷം നമ്മുടെ പേജിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ സ്പേസ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഈ ഒരു ഹാൻഡ് രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിയതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം ഞാൻ ഡിസൈനിൽ പല സമയങ്ങളിലായിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ സമയങ്ങളിലും ഇത് പറഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യമായിട്ട് ഒരു ലോഗോ, അതിനുശേഷം ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്, അതിന് താഴെയായിട്ട് അവിടെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. അതാണ് ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം പുതിയ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും ഓപ്പൺ എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഏതൊരു ഫോൾഡറിലാണോ നമ്മുടെ ഇമേജുകളൊക്കെ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു ഫോൾഡറിലായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ ഇമേജുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് എന്ന ഇമേജ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഒരു ടാബിലായിട്ട് ഇത് ഓപ്പൺ ആവുന്നതാണ്. പുതിയൊരു ടാബ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ മറ്റൊരു ടാബിലായിട്ടാണ് ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ആയിട്ടുള്ളത്. ശേഷം ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ മെയിൻ ഫയലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിളിൽ മെനു ബാക്ക്ഗ്രൗണ്ട്സ് അതേപോലെ തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്സ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ്. ഇത്തരത്തിൽ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ മെയിൻ ഫയലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ടൂൾ ബാറിൽ ഈ ഒരു ഭാഗത്തായിട്ട് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഇമേജ് ഇതേപോലെ ഒന്ന് മുഴുവനായിട്ടും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജ് മുഴുവനായിട്ടും സെലക്ട് ആയിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് കോപ്പി ആകുന്നതാണ്. ശേഷം വീണ്ടും നമ്മുടെ ആ ഒരു മെയിൻ ഫയലിലേക്ക് വരുന്നു. ഈ ഫയലിൽ വന്നതിന് ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ആ ഇമേജ് ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സൈസ് നമ്മുടെ പേജിനോട് സ്യൂട്ട് ആകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വലുതാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത് വലുതാക്കാനും റൊട്ടേറ്റ് ചെയ്യാനുമൊക്കെ നമുക്ക് എഡിറ്റ് എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ട്രാൻസ്ഫോം എന്ന ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. Ctrl+T എന്നാണ് അതിൻ്റെ ഷോർട്ട് കീ. ഞാൻ അടുത്ത ഭാഗങ്ങളിലായിട്ട് Ctrl+T എന്നായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജിന് ചുറ്റും ഇതേപോലെ പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ഈ പോയിന്റിൽ പിടിച്ചുകൊണ്ട് നമുക്ക് വലുതാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് വലുതാക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ പോയതിന് ശേഷം നമ്മുടെ മൗസ് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിയതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ താഴോട്ടൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ റൊട്ടേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ ഒരു റേഷ്യോയിൽ മാത്രമായിട്ടായിരിക്കും വരുന്നത്. ഏകദേശം ഈ ഒരു രീതിയിലായതിനു ശേഷം ഇത് കൂടുതലായിട്ട് വലുതാക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇത്രയും വലുതാക്കിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലെയർ ഞാനിവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. ലെയർ ലോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ലോക്ക് ഐക്കണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെയർ ലോക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങുന്നതല്ല. അതിന് വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഡിസൈനിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് പുറത്തായിട്ട് കുറച്ച് ബ്ലാങ്ക് ഭാഗങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒരു മാർജിൻ ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ട് എങ്ങനെ മാർജിൻ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പിലേക്ക് പോകുന്നു. ശേഷം ഇവിടെ 4 ഭാഗത്തായിട്ട് ഒരു മാർജിൻ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാർജിൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിന് ചുറ്റും ഇതേപോലെ ഒരു സ്കെയിൽ രൂപത്തിലുള്ള ലൈന് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഈ ലൈന് ഇല്ല എന്നുണ്ടെങ്കിൽ Ctrl+R എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈന് വരികയും വീണ്ടും Ctrl+R എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈന് പോവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് ലൈൻ കിട്ടിയിട്ടുണ്ട്. ശേഷം ആ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർജിൻ കിട്ടുന്നതാണ്. ഈ മാർജിൻ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ശേഷം വേറൊരു മാർജിൻ എടുത്തുകൊണ്ട് ഇവിടെയും കൊണ്ടുവന്ന് വെക്കുന്നു. ശേഷം മറ്റൊരു മാർജിൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വെക്കുന്നു. ശേഷം മറ്റൊരു മാർജിൻ എടുത്തുകൊണ്ട് ഇവിടെയും വെക്കുന്നു. ഇപ്പോൾ നമ്മുടെ 4 ഭാഗത്തും മാർജിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ മാർജിനകത്തായിട്ടാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ലൈനുകൾ നമ്മുടെ ഡിസൈൻ സേവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ലൈൻ നമുക്ക് ഡിസ്റ്റർബായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+H എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലൈനുകൾ നമുക്ക് ഹൈഡായിട്ട് കിട്ടുന്നതാണ്. വീണ്ടും അതിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ Ctrl+H എന്ന് വീണ്ടും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ Ctrl+H എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇത് കാണുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ശേഷം ഇതിനകത്തായിട്ട് ഓരോ കാര്യങ്ങളും കൊണ്ടുവരാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ലോഗോ കൊണ്ടുവരാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു റൗണ്ടിനകത്തായിട്ടാണ് ലോഗോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് വരക്കാവുന്നതാണ്. അങ്ങനെ റൗണ്ട് വരക്കുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിലേക്ക് പോകുന്നു. ശേഷം ഇവിടെ ടൂൾ ബാറിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഷേപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും എലിപ്സ് ടൂൾ എന്ന ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ മുകളിൽ ഷേപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഷേപ്പിന് ഏതൊരു കളറാണോ വേണ്ടത് അത് ഇവിടെ ഫില്ല് ചെയ്യുന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഷേപ്പിന് വൈറ്റ് കളറാണ് വേണ്ടത്, അത് സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം സ്ട്രോക്ക് എന്നതിന് നേരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഷേപ്പിന് ബോർഡർ വേണോ എന്നത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കളർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഷേപ്പിന് ഒരു യെല്ലോ കളർ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ യെല്ലോ കളറിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ കോഡ് നിങ്ങളുടെ ഫോട്ടോഷോപ്പിലും ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം കളർ ലഭിക്കുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഔട്ട്ലൈനിന് എത്ര സൈസ് വേണം എന്നാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 എന്ന് പ്രസ് ചെയ്തുകൊണ്ട് എൻ്റർ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2 PT എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം നമ്മുടെ ഔട്ട്ലൈനിൽ ലൈനാണോ അതേപോലെ തന്നെ ഡാഷ് ലൈനാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ അതിൽ നിന്നും ലൈന് സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ആ ഒരു റൗണ്ട് നമുക്കിവിടെ വരക്കാവുന്നതാണ്. റൗണ്ട് വരക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് വരക്കാവുന്നതാണ്. പക്ഷേ അത് പെർഫെക്റ്റ് ആയിട്ട് വരക്കണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+Z എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കാര്യം നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും. ശേഷം ഞാനിവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ വരക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് റൗണ്ട് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ആ ഒരു റൗണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു മൂവ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും റൗണ്ട് കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അത് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ഇതിനെ മാറ്റി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് തന്നെ അത് സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് വലുതാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാക്കാനും ചെറുതാക്കാനും ഉള്ള ഓപ്ഷൻ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ വലുതാക്കിയതിന് ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെറ്റായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ റൗണ്ടിനകത്തായിട്ട് നമ്മുടെ ലോഗോ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലോഗോ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ എങ്ങനെയാണോ നമ്മൾ ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഫയൽ എന്നതിലേക്ക് പോയിക്കൊണ്ട് ഓപ്പൺ എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഏതൊരു ഭാഗത്താണ് നമ്മുടെ ഫോട്ടോ സേവ് ചെയ്തത് അതിൽ നിന്നും ലോഗോ എന്ന ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ആകുന്നതാണ്. ശേഷം സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് നമുക്കത് കിട്ടുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വലുതാക്കാനും ചെറുതാക്കാനുമുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം ഇത് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ ചെറിയ ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ സൂം ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ സൂം ചെയ്യുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലോഗോ സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ലോഗോയും നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ മാസ്റ്റർ ചെഫ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് പോകുന്നത്. ആ ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പേജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ടെക്സ്റ്റ് വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. മുകളിൽ കാണുന്ന ഈ TT എന്നതിന് നേരെയായിട്ട് ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്രയാണോ നമുക്ക് സൈസ് വേണ്ടത് അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 50 എന്നാണ് കൊടുക്കുന്നത്. ശേഷം കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സൈസിലേക്ക് ഇത് മാറുന്നതായിരിക്കും. ശേഷം നമുക്ക് ഏതൊരു ഫോണ്ടാണോ വേണ്ടത്, ഫോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈലിനാണ് പറയുന്നത്, അത് ഏതാണോ വേണ്ടത് എന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണ്ടിൻ്റെ പേര് നമുക്കിവിടെ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോണ്ട് നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഫോണ്ടിൻ്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആ ഫോണ്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ബെൽജാർ മെനൂലിയസ് എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ട് പുതിയ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ശേഷം ഞാൻ ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ഫോണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബെലാജർ മെനൂലിയസ് എന്ന് പറയുന്ന ഫോണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതിൻ്റെ കളർ നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു യെല്ലോ കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കളറിൻ്റെ കോഡ് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കളർ നമുക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ സെലക്റ്റായി കിടക്കുന്നത് കൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്. ഇപ്പോൾ നമ്മുടെ ഇത്രയും കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ സെൻറ്റർ അലൈൻമെൻറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഇതിനിടയിലുള്ള ഗ്യാപ്പ് കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാപ്പ് കുറക്കാനും അതേപോലെ തന്നെ ഈ ഒരു ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ഗ്യാപ്പ് കൂട്ടാനും നമുക്ക് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ആരോ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗ്യാപ്പ് കുറക്കുന്നു. നമുക്കിപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം മാസ്റ്റർ ചെഫ് എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകണം, അതേപോലെ തന്നെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കാനും സാധിക്കുന്നതാണ്. ഏകദേശം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മെനുവിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്.
ഇനി നമ്മുടെ ഈ ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്ന ഒരു ടെക്സ്റ്റ് കാണുന്നുണ്ട്. ആ ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് അതിൽ മാറ്റം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ മൗസ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി ലഭിക്കുന്നതാണ്. ഇപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫോണ്ടും സൈസും കളറും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണ്ട് ഞാൻ മാറ്റാൻ പോവാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലർ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അല്ലർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അല്ലർ റെഗുലർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 25 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനിടയിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് കാണുന്നുണ്ട്. അത്തരത്തിൽ ഗ്യാപ്പ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ആരോ മാർക്ക് വലത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതവിടെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് അതിനെ കൊണ്ടുപോയി വെക്കുന്നതിന് വേണ്ടിയിട്ട് Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. ഈ ഒരു രീതിയിലും വേണമെങ്കിൽ നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ തന്നെ അത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മെനുവിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ബോക്സും അതിനകത്തായിട്ട് മറ്റൊരു ടെക്സ്റ്റും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബോക്സ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ എങ്ങനെയാണോ ഈ ഒരു റൗണ്ട് കൊണ്ടുവന്നത് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിലേക്ക് പോകുന്നു. ശേഷം ടൂൾ ബാറിൽ ഈ ഒരു ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ബോക്സിന് ചുറ്റും ഇതേപോലെ ചെറുതായിട്ട് ഒരു റൗണ്ട് കാണുന്നുണ്ട്. ഇത്തരത്തിൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പഴയ ഫോട്ടോഷോപ്പുകളാണെങ്കിൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ആ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഒരു പക്ഷേ ആ ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ എന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് എത്രയാണോ റൗണ്ട് വേണ്ടത് എന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 20 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ 20 പിക്സൽ ആണ് അതിൻ്റെ റൗണ്ട് വരുന്നത്. ശേഷം നമ്മുടെ ഷേപ്പിന് ഏതൊരു കളറാണോ വേണ്ടത് അത് ഇവിടെ ഫില്ല് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു റെഡാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇതാണ് ആ റെഡിൻ്റെ കോഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോട്ടോഷോപ്പിലും ഇതേപോലെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റെഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഷേപ്പിനുള്ള കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഔട്ട്ലൈനിന് ഏതൊരു കളറാണോ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഔട്ട്ലൈൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നണ്ണി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഔട്ട്ലൈൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റു മാറ്റങ്ങളൊന്നും ഇവിടെ വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് വരക്കാവുന്നതാണ്. ഷേപ്പ് വരക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ശേഷം മൗസ് ടൂൾ എടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഇതിനെ മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മെനുവിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്ന പോലെ തന്നെ അതിനകത്തായിട്ട് മെനു എന്ന ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പെട്ടെന്ന് ഒന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. എങ്ങനെയാണോ ഈ ടെക്സ്റ്റ് കൊണ്ടുവന്നത് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്ന ലെയർ സെലക്ട് ആയിട്ടുണ്ടാവും. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ കോപ്പി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കാണുന്നില്ല. കാരണം നമ്മുടെ ഈ റെഡ് ഷേപ്പിന് താഴെയായിട്ടാണ് നമ്മുടെ കോപ്പി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ലെയറിന് താഴെയായിട്ടുള്ള കാര്യങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള ലെയറുകൾ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ള ലെയറുകളെ നമുക്ക് താഴോട്ടും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ താഴെയുള്ള ആ ഒരു ലെയറിനെ മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ലെയർ നമുക്ക് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ശേഷം ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഒന്ന് മാറ്റാൻ പോവുകയാണ്. അത് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് അതിനിടയിലുള്ള ഗ്യാപ്പ് ഒന്ന് കുറക്കാൻ പോവുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ശേഷം ഇവിടെ റെഗുലർ എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബോൾഡ് എന്നാക്കി കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു.
ഇനി നമുക്ക് ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ താഴോട്ടും മുകളിലോട്ടും ഒക്കെയുള്ള ആരോ മാർക്ക് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിനെ നമുക്ക് താഴോട്ടും മുകളിലോട്ടും ഒക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാം. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ പലരും ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ വീഡിയോസൊക്കെ ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഇൻസ്ട്രക്ഷൻസും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. അപ്പോൾ നമ്മുടെ മെനുവിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മെനുവിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ 2 സെക്ഷനായിട്ട് അതിലുള്ള ഐറ്റംസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മെനു എന്ന ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുന്നു. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ കാര്യം നമുക്കിവിടെ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫാസ്റ്റ് ഫുഡ്സ് എന്നാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള യെല്ലോ ഞാനിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് യെല്ലോ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം അതിൻ്റെ സൈസ് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് 20 എന്ന് കൊടുക്കാവുന്നതാണ്. ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ഫിക്സ് ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഫാസ്റ്റ് ഫുഡ് എന്ന ടെക്സ്റ്റിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തപോലെ തന്നെ Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ മാറ്റി വെക്കുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഡിസൈനിൽ ഇത് 2 പാർട്ടായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ കറക്റ്റായിട്ട് 2 പാർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാർജിൻ കൊണ്ടുവരാൻ പോവുകയാണ്. നേരത്തെ എങ്ങനെയാണോ മാർജിൻ കൊണ്ടുവന്നത് അതേപോലെ തന്നെ ഒന്ന് മാർജിൻ കൊണ്ടുവരാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു ഭാഗത്ത് അത് സെറ്റ് ചെയ്യുന്നു. അടുത്ത മാർജിൻ എടുത്തുകൊണ്ട് ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്യുന്നു. സെൻട്രലായിട്ട് കുറച്ച് സ്പേസ് വെക്കുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന മാർജിന് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വലിച്ച് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത്തരത്തിൽ കറക്റ്റായിട്ട് മാർജിൻ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാർജിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തായിട്ട് ഒരു ഔട്ട്ലൈൻ കൂടെ കൊണ്ടുവരുന്നുണ്ട്. ആ ഔട്ട്ലൈൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പല ഓപ്ഷനും ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലൈൻ ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്തെടുക്കുന്നു. ശേഷം നമ്മുടെ ലൈനിന് ഏതൊരു കളറാണോ വേണ്ടത് അത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് യെല്ലോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ സ്ട്രോക്ക് എന്നിടത്ത് നണ്ണി എന്നാണ് ആയി കിടക്കുന്നത്. ശേഷം അവസാനമായിട്ട് വെയിറ്റ് ചെയ്യുന്നിടത്ത് 2 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പിക്സൽ എന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈന് കിട്ടുന്നതാണ്. അങ്ങനെ ലൈൻ വരക്കുന്ന സമയത്ത് നേരെ തന്നെ വരക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് വലിക്കുന്നതിന് മുമ്പായിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെയായിട്ട് അത് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ വരച്ച് ഏകദേശം ഈ ഒരു ഭാഗത്ത് വരെ അത് സെറ്റ് ചെയ്യുന്നു. ശേഷം മൗസിൽ നിന്നും കീബോർഡിൽ നിന്നും വിരലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് സെലക്റ്റായി കിടക്കുന്നത് കൊണ്ടാണ് ബ്ലൂ ആയിട്ട് കാണുന്നത്. ആ സെലക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് ഫാസ്റ്റ് ഫുഡ് എന്ന ഒരു ടെക്സ്റ്റും അതിന് താഴെയായിട്ട് ഒരു അണ്ടർലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിനപ്പുറത്തും ഇതേപോലെ ഒരു ഹെഡിങ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയാണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കോപ്പി എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മുഴുവനായിട്ടും കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് മുഴുവനായിട്ടും ഉൾക്കൊള്ളുന്ന രീതിയിൽ അതിന് ചുറ്റും ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ആയിട്ട് കിട്ടുന്നതാണ്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി ലഭിക്കുന്നതാണ്. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് കൊണ്ടുവരുന്നു. ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് കുറച്ച് മുന്നോട്ട് വന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ കുറച്ച് പിന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ ഡിസൈൻ നമുക്ക് കാണണം എന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ Ctrl+H എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ഡിസൈൻ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും കീബോർഡിൽ Ctrl+H എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ലൈൻ കൊണ്ടുവരുന്നു. ശേഷം ഈ ടെക്സ്റ്റ് മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഡ്രിങ്ക്സ് എന്ന് കൊടുക്കുന്നു.
ഇപ്പോൾ ഡ്രിങ്ക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതേപോലെ ഇതിന് താഴെയായിട്ട് ഒരുപാട് ടെക്സ്റ്റുകൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് നിങ്ങൾ ഇതിനകം പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയാൻ പോവാണ്. മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ടെക്സ്റ്റുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. ശേഷം ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ പോവാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് എന്താണോ വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫാസ്റ്റ് ഫുഡ് എന്നെടുത്ത് ബർഗർ എന്ന് ടൈപ്പ് ചെയ്തെടുക്കുന്നു. ഇതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് 16 എന്ന ഈ ഒരു ഫോണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ബർഗർ എന്ന ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഡോട്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഡോട്ടിൻ്റെ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡോട്ട് ആഡ് ചെയ്യുന്നു. ഞാൻ ഇതേപോലെ ഒരുപാട് ഡോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡോട്ട് കിട്ടുന്നതായിരിക്കും. ശേഷം അതിൻ്റെ പ്രൈസ് നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഐറ്റവും അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ശേഷം കീബോർഡിൽ ഈ ഒരു എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. ശേഷം നമുക്ക് അടുത്തതായിട്ട് എന്താണോ വേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്തെടുക്കുന്നു. ഞാനിപ്പോൾ പിസ്സ സ്ലൈസസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് താഴെയായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിലുള്ള ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും സെലക്ട് ആകുന്നതാണ്. ശേഷം അതിനിടയിലുള്ള ഗ്യാപ്പ് കുറക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ കീബോർഡിലുള്ള ആരോ മാർക്ക് മുകളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അതിനിടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കുറക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ആരോ മാർക്ക് ഇങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കീബോർഡിൽ ടെക്സ്റ്റ് മുഴുവനും സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിനിടയിൽ എത്ര സ്പേസ് ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 50 എന്ന് കൊടുക്കുന്നു. ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിലുള്ള സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്പേസ് ഇത്രയും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലോട്ടുള്ള ആരോ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് സ്പേസിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ മുഴുവൻ കാര്യങ്ങളും ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതവിടെ ഫിക്സ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഡ്രിങ്ക്സ് ഐറ്റംസുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തുകൊണ്ട് വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ലൈനിൽ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇവിടെയും ഒന്ന് വെക്കുന്നു. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞാനിവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മെനുവിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ അവർ സ്പെഷ്യൽ എന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഹെഡിങ് മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്രയും ഭാഗം മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ താഴെയുള്ള ടെക്സ്റ്റ് കൂടാതെ ശ്രദ്ധിക്കണം. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി കിട്ടുന്നതാണ്. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ടെക്സ്റ്റ് മാറ്റാൻ പോവുകയാണ്. ടൂൾ ബാറിൽ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ശേഷം അവർ സ്പെഷ്യൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ലൈനിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മോഡ് ടൂൾ എടുത്തുകൊണ്ട് ഈ ലൈനിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെയർ ബോക്സിൽ ലൈന് സെലക്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശേഷം ടൂൾ ബാറിൽ ഈ ഒരു ലൈന് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നമുക്ക് ഇതേപോലെ ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിതേപോലെ അതിന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം മോഡ് ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ബോക്സ്, അതിനകത്തായിട്ട് ഒരു ഫോട്ടോ, അതിന് താഴെയായിട്ട് ഒരു ടെക്സ്റ്റും അതേപോലെ തന്നെ മുകളിലായിട്ട് അതിൻ്റെ പ്രൈസും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണോ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ടുള്ളത് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്.
അങ്ങനെ ഷേപ്പ് കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഏതെങ്കിലും ലെയർ സെലക്റ്റായി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് അല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം ഈ ഒരു ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം റൗണ്ടിനെസ് എന്നെടുത്ത് 20 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ കളർ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. അതേപോലെ തന്നെ സ്ട്രോക്ക് എന്നെടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൻ്റെ സൈസ് എന്നെടുത്ത് ഒരു 5 എന്ന് കൊടുക്കുന്നു. ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പ് ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സൂം ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു രീതിയിൽ അത് വരച്ചു കൊടുക്കുന്നു. ശേഷം മൂവ് ടൂൾ എടുത്തുകൊണ്ട് അതിനെ ഈ ഒരു ഭാഗത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിനകത്തോട്ട് ഒരു ഇമേജ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഷേപ്പിനകത്തേക്ക് ഇമേജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഇമേജ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ആ ഒരു സെയിം മെത്തേഡ് ഉപയോഗിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും ഓപ്പൺ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഫുഡ് വണ്ണി എന്ന ഈ ഇമേജ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജ് കിട്ടിയിട്ടുണ്ട്. ശേഷം സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മുടെ ഈ ഒരു ഫയലിലേക്ക് തന്നെ വന്നുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ശേഷം മൗസ് ടൂൾ പ്രസ് ചെയ്തുകൊണ്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഷേപ്പിന് മുകളിലായിട്ട് ഇത് കൊണ്ടുപോയി വെക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജിന് തൊട്ട് താഴെയായിട്ട് ഷേപ്പും വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു ഇമേജിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തായിട്ട് മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിന് തൊട്ട് താഴെയായിട്ട് ഏതൊരു ഷേപ്പാണോ ഉള്ളത് ആ ഷേപ്പിനുള്ളിലേക്ക് നമ്മുടെ ഇമേജ് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കറക്റ്റായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതേപോലെ വെക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഔട്ട്ലൈൻ കുറച്ച് കൂടുതലായ പോലെ തോന്നുന്നുണ്ട്. ഈ ഔട്ട്ലൈൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന റെക്റ്റാങ്കിൾ എന്ന ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ടൂൾ ബാറിലേക്ക് പോയിക്കൊണ്ട് ഈ ഒരു ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഓപ്ഷൻസ് നമുക്ക് വീണ്ടും ലഭിക്കുന്നതാണ്. ശേഷം നമുക്ക് എത്രയാണോ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വേണ്ടത് എന്ന് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലൈൻ 3 സൈസിൽ നമുക്ക് കിട്ടുന്നതാണ്. ശേഷം ഈ ഒരു മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇമേജിന് മുകളിലായിട്ട് ഒരു റൗണ്ടും അതിനകത്തായിട്ട് അതിൻ്റെ പ്രൈസും കൊണ്ടുവരാനാണ് പോകുന്നത്. അങ്ങനെ പ്രൈസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഷേപ്പ് വരയ്ക്കാൻ പോവുകയാണ്. ഷേപ്പ് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഒഴിഞ്ഞ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ടൂൾ ബാറിലേക്ക് പോയിക്കൊണ്ട് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കളർ റെഡ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്ലൈൻ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നണ്ണി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വരച്ചെടുക്കാൻ പോവുകയാണ്. ശേഷം മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വലുതാക്കാൻ പോവുകയാണ്. മുമ്പ് പറഞ്ഞ കാര്യം ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഈ ഒരു രീതിയിൽ അത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നതായിരിക്കും. ശേഷം ഇതിനകത്തായിട്ട് ഒരു പ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. ആ പ്രൈസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. ശേഷം വീണ്ടും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൈസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. വൈറ്റ് ആണ് കൊടുക്കുന്നത്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ് ആവുന്നതാണ്. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അത് താഴെയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ Ctrl+ഉം Shift-ഉം ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയറിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് മറ്റൊരു ടെക്സ്റ്റ് കൂടെ കൊണ്ടുവരുന്നുണ്ട്. അത് ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഇമേജും അതിൻ്റെ ഡീറ്റെയിൽസും കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ സെയിം കോപ്പി എടുത്തുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇമേജ് മാത്രമാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മൗസ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പല ഭാഗത്തേക്കും മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ശേഷം കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. അങ്ങനെ വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു സ്പേസിങ്ങിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും.
ശേഷം മൗസിൽ നിന്നും കീബോർഡിൽ നിന്നും വിരലെടുത്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു കോപ്പി നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. കോപ്പി എടുത്തുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കീബോർഡിൽ നിന്നും മൗസിൽ നിന്നും വിരലെടുക്കുന്നു. ശേഷം ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇതേപോലെ 4 കോപ്പികൾ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിനിടയിലുള്ള സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യാം. ശേഷം കീബോർഡിൽ ആരോ മാർക്ക് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനിടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് സ്പേസിങ്ങിൽ തന്നെ അത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ഇമേജുകളും അതേപോലെ തന്നെ പ്രൈസും ഈ ടെക്സ്റ്റും മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇമേജ് എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ രണ്ടാമത്തെ ഇമേജ് മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇമേജ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമ്മുടെ ഡിസൈനിൽ നിന്നും പോകുന്നതാണ്. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഫയൽ എന്നതിൽ നിന്നും ഓപ്പൺ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ആവുന്നതാണ്. ശേഷം സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. നമ്മുടെ മെയിൻ ഫയലിലേക്ക് തന്നെ പോകുന്നു. ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഈ ഒരു ഷേപ്പിന് മുകളിലായിട്ട് കിട്ടുന്നതാണ്. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ വരുത്താവുന്നതാണ്. ഈ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്യുന്നു. നമ്മുടെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇമേജിനെ ഷേപ്പിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ലെയറിനെ ഒഴിഞ്ഞ ഭാഗത്ത് മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ഷേപ്പിനുള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+T എന്ന് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ മറ്റു ഇമേജുകൾ ഞാൻ പെട്ടെന്ന് മാറ്റാൻ പോവാണ്. ഞാനിപ്പോൾ ഇമേജ് ചേഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് ഷോർട്ട് കീകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ടതില്ല. നിങ്ങൾ എങ്ങനെയാണോ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ ഇമേജ് മുഴുവനായിട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് കൂടെ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ മുഴുവൻ ടെക്സ്റ്റുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി സൂം ഔട്ട് ചെയ്തുകൊണ്ട് Ctrl+H എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വ്യൂ കറക്റ്റ് ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ വീണ്ടും Ctrl+H എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ലൈന് കൊണ്ടുവരുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഫ്രീ ഡെലിവറി അവൈലബിൾ എന്ന ഒരു ബോക്സ് കാണുന്നുണ്ട്. അതും പെട്ടെന്ന് കൊണ്ടുവരാൻ പോവാണ്. മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് മുകളിലുള്ള ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ കോപ്പി കൊണ്ടുവന്ന് വെക്കുന്നു. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഷേപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളർ നമുക്ക് യെല്ലോ ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് യെല്ലോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള കളർ നമ്മുടെ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു കളറാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കളർ നമ്മുടെ ഷേപ്പിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഷേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് പോകുന്നത്. ഞാൻ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ യെല്ലോ കളർ ആയതുകൊണ്ട് ഇത് കാണാൻ സാധിക്കുന്നില്ല. അത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ശേഷം വീണ്ടും ഇവിടെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് ഒന്ന് വെക്കുന്നു. ശേഷം ഈ ടിക്ക് മാർക്കിൽ വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം Ctrl+H എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലൈനുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് എലമെൻറ്റുകൾ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എലമെൻറ്റുകൾ എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് മുകളിലുള്ള ഈ ബർഗറിൻ്റെ ഫോട്ടോ ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ആ ഫോട്ടോ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും ഓപ്പൺ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ബർഗറിൻ്റെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബർഗറിൻ്റെ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ ബർഗർ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജാണ്. അത് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. നമ്മുടെ ഫയലിലേക്ക് പോയിക്കൊണ്ട് മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട്
നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം Ctrl V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ ഇതേപോലെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ശേഷം Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു മൂലയിലായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതവിടെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മെനുവിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം ഈ ഒരു ഡിസൈനിൽ കാണുന്ന പോലെ ഇതേപോലെ ചില്ലീസ് അതേപോലെ തന്നെ ലീഫ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മെനു ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ചില്ലി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഒന്നുകൂടെ പോകുന്നു. ശേഷം നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ഒരു ചില്ലി കൊണ്ടുവരാൻ പോവാണ്. ഈ ഒരു ചില്ലി മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. Ctrl C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. നമ്മുടെ ഫയലിലേക്ക് പോയിക്കൊണ്ട് മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് Ctrl V എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ഭാഗത്ത് ഇതേപോലെ ഫിക്സ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് കുറച്ച് ബ്ലറായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ബ്ലർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽട്ടർ എന്നതിൽ പോയിക്കൊണ്ട് ബ്ലറി എന്നതിൽ നിന്നും കോഷൻ ബ്ലറി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു പോയിന്റിൽ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബ്ലർ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു രീതിയിലാക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചില്ലി നമുക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം ആ ഒരു ചില്ലിയുടെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. ശേഷം Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പല ഭാഗങ്ങളിലും ഇതേപോലെ നമുക്ക് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് കൊണ്ടുപോയി വെക്കാൻ പോവാണ്. ഇതേപോലെ പല ഭാഗങ്ങളിലായിട്ട് ചില്ലി നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതോടെ നമ്മുടെ മെനുവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമായിട്ട് ഇതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോഷോപ്പ് ഫയൽ എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഫോട്ടോഷോപ്പ് ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഏതൊരു ഫോൾഡറിലേക്കാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ ഇതൊന്ന് സേവ് ചെയ്യാൻ പോവാണ്. ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫയലിന് എന്തൊരു പേരാണോ വേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മെനു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പ് PSD എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷോപ്പ് ഫയൽ സേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയലാണ് സേവ് ആയിട്ടുള്ളത്. ഇനി ഇതിനെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇമേജ് ആയിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇമേജ് ആയിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എ കോപ്പി എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സേവ് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫോട്ടോഷോപ്പിൽ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ സേവ് ചെയ്യാൻ പോവാണ്. അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് അതിന് എന്താണോ പേര് വേണ്ടത് അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മെനു ഇമേജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം സേവ് ആസ് ടൈപ്പ് എന്ന ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന JPEG എന്ന ഈ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെനു ഇമേജ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. നമുക്കത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പ് ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ മെനു ഇമേജ് എന്ന ഒരു ഫയൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മെനുവിൻ്റെ ഇമേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള മെനു ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലുള്ള കളറുകളും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടുകളും ഇമേജും ടെക്സ്റ്റും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് വേറെയും രീതിയിലുള്ള മെനു അതേപോലെ തന്നെ വേറെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം. ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ പോസ്റ്ററുകളും ബ്രോഷറുകളും ഫ്ലക്സും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒക്കെ ചാനലിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നോക്കുക. ഇതേപോലെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.